അദ്ദേഹം പുറത്തേക്ക് അധികം കാണാറില്ല. അദ്ദേഹം കിടപ്പിലായിരുന്നു. ഒരു കാര്യങ്ങളൊക്കെ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ദൂരം നടന്ന വീടിൽ നിന്നും ഏകദേശം 50 മരണം എങ്ങനെ സംഭവിച്ചു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ തന്നെ മരണം സംഭവിച്ചതാണ്. അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശ്വാസമുട്ടി അല്ലാതെ മറ്റേതെങ്കിലും നിലയ്ക്ക് നമുക്കറിയാം പലവിധ സംശയങ്ങളുണ്ടാകും. വ്യക്തമാവുക എങ്ങനെയാണ് എന്താണ് മരണകാരണം, മെഡിക്കൽ കോളേജിൽ ഈ നിമിഷം പക്ഷേ ഇൻക്വസ്റ്റിന് ശേഷമായിരിക്കും അത് ഒരു ഫൈനൽ തീരുമാനം എടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം എടുത്ത് ആംബുലൻസ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും ആംബുലൻസിലേക്ക് അദ്ദേഹം കയറ്റി അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമയം നമ്മൾ അവിടെ ആ നടപടിയാണ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു. ഇല്ലല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴിയറിയും. എത്ര ദിവസമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. മൃതദേഹം തീർത്തും ജീവനിച്ച അവസ്ഥയിലായിരുന്നു. അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷമാണ്. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെ ആയിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി. വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. നമ്മളവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുന്നുള്ള എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. ഇതുവരെയുള്ള നടപടികളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളോടെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അല്ലേ? അത് പോലീസ് അറിയിക്കും. അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു. അവർ പറഞ്ഞിട്ടും ഇത് അദ്ദേഹത്തിന്റെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടി അവരാദ്യം അളവൊക്കെ എടുത്തു. പരിസരം മറ്റ് അവിടെയുള്ള മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം RDOയുടെ സാന്നിധ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സ്റ്റാഫ് ജോലിക്കാർ വെച്ചു. ഇത് തുറന്നപ്പോൾ ഏത് നിലയിലായിരുന്നു? സ്ലാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം മൂന്ന് സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. ഒരു സൈഡ് ആദ്യം വല സൈഡ്, അതിന് പുറത്താണ് സിമെന്റ് കൊണ്ട് സിമെന്റ് കിട്ടായിരുന്നു കൂടുതലായി. ഭസ്മം കരുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായതുകൊണ്ടായിരിക്കും ഇരിക്കുന്ന നിലയിൽ. മുഖം തിരിച്ചറിയാം. പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പുതച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. വെള്ളയായിട്ടാണെങ്കിൽ കണ്ടത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം.